ഔറംഗസീബ്, ടിപ്പു സുൽത്താനെ പോലെ തന്നെ അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര പുരുഷനാണ്. ചരിത്രം കേവലം ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല എന്നും ആപത്തിൻ്റെ കാലത്ത് മിന്നിമായുന്ന ചരിത്രത്തെ നമ്മൾ കയ്യെത്തിപ്പിടിക്കുമ്പോഴാണ് അത് ചരിത്ര പഠനമാവുകയും ചെയ്യുക എന്ന് വാൾട്ടർ ബെഞ്ചമിൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദേശം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു ആപത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിലൂടെ നമ്മൾ സമകാലീന ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ അപകടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചരിത്രത്തിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചരിത്രത്തിൽ ആണ് ഭാവിയെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത് മറ്റാരെക്കാളും അറിയാവുന്നവർ ഫാസിസ്റ്റുകളാണ്. ചരിത്രത്തെക്കുറിച്ച് അധികമൊന്നും ആവലാതി ഇല്ലാത്തത് ഇവിടുത്തെ ജനങ്ങളാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഭരണവർഗം അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നന്നായി അറിയുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചരിത്രത്തിൻ്റെ വില മനസ്സിലാക്കിയവർ ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്ര വിജ്ഞാനീയത്തെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്, അടിസ്ഥാനപരമായ പങ്കുവഹിച്ചത് ഈ അധിനിവേശ ചരിത്രകാരന്മാരാണ്. അപ്പോൾ അധിനിവേശ ചരിത്ര വിജ്ഞാനീയം ഇന്ത്യയിലെ ഭരണം സാധിച്ചെടുക്കുന്നതിന് ഒരു പുതിയ നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു. അതവർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ കാലഘട്ടത്തെ തന്നെ, ഇന്ത്യ ചരിത്രത്തിനെ തന്നെ 3ആയി വിഭജിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ചരിത്രം എന്ന് അറിയപ്പെടുന്ന ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ 1817-18 പ്രസിദ്ധീകരിക്കപ്പെട്ട ജെയിംസ് മില്ലിൻ്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ അത് ഭംഗിയായി നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തെ ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് 3ആയിട്ട് തിരിക്കുന്നു. അതിൽ 3ാമത്തെ ഘട്ടം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, അവിടെ മതത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആദ്യത്തെ 2ലും നിങ്ങൾക്ക് മതത്തെ കാണാമെങ്കിൽ അത് ഹിന്ദുവും മുസ്ലിമിൻ്റെയും ഇന്ത്യയാണെങ്കിൽ, അവസാനത്തേത് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഇന്ത്യ എന്നായിരുന്നില്ല, മറിച്ച് അത് ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ദുരുദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് പോലുള്ള തമ്മിലടികളും പോളറൈസേഷനും രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധങ്ങളും നടത്താമെന്ന് അക്കാലത്ത് തന്നെ 2 നൂറ്റാണ്ട് മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞവരായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നുള്ള വളരെ ഭീകരമായ ഒരു വസ്തുതയാണ് അത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ നിലനിർത്തണമെങ്കിൽ ഇവിടുത്തെ ഒരു കലാപകാരികളായിട്ടുള്ള അല്ലെങ്കിൽ റിബല്യസ് ആയിട്ടുള്ള ഒരു ജനവിഭാഗം ആണ് മുസ്ലിങ്ങൾ എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം പോർച്ചുഗീസ് കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആവേശപൂർവമായി അധിനിവേശത്തെ ചെറുത്ത് നിന്ന ഒരു ജനത എന്നത് മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തെ വെല്ലുവിളിക്കും എന്ന് പല തവണ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് മധ്യകാലഘട്ടം പ്രതിനിധീകരിക്കപ്പെടുന്ന മുസ്ലിങ്ങളുടെ കാലഘട്ടത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായിട്ട് ആരംഭിക്കുന്നത്. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1772 ഒരു സംഭാഷണത്തിനിടെ അലക്സാണ്ടർ ഡോ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അവർ ഉദ്യോഗസ്ഥന്മാരും ആയിരുന്നു, അതേസമയം ഹിസ്റ്റോറിയൻസും ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്: ദി ഫെയ്ത്ത് ഓഫ് മുഹമ്മദ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഡെസ്പോട്ടിസം ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കോസസ് വിച്ച് മസ്റ്റ് ഫിക്സ് ഫോർ എവർ ദി ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് സ്പീഷീസ് ഓഫ് ഗവൺമെൻറ് ഇൻ ദി ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം മതം എന്ന് പറയുന്നത് തന്നെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് ഡെസ്പോട്ടിസമാണ്, അല്ലെങ്കിൽ ഏകാധിപത്യമാണ്. ഈ ഏകാധിപത്യത്തെ തൂത്തെറിയുക, അതായത് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ പടിഞ്ഞാറ് നിന്ന് വന്നിട്ടുള്ള ഈ ഇസ്ലാമിനെ തൂത്തെറിയുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ലക്ഷ്യം എന്നവർ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും അത് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില
ബ്രിട്ടീഷ് രചനകളിൽ പിന്നീട് വന്നിട്ടുള്ള എല്ലാ രചനകളിലും വളരെ പ്രകടമായിട്ട് വന്നിട്ടുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ, ചില വാർപ്പ് മാതൃകകൾ നമുക്ക് കാണുന്നത്. അതിലൊന്നാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ പറഞ്ഞ ഡെസ്പോട്ടിസം അല്ലെങ്കിൽ ഏകാധിപത്യം. മുഗൾ ഭരണാധികാരികളും സുൽത്താനത്ത് ഭരണാധികാരികളും മറ്റ് പ്രാദേശികമായിട്ടുള്ള ഭരണാധികാരികളും എല്ലാവരും തന്നെ ഡെസ്പോട്ടുകളായിരുന്നു, ഏകാധിപതികളായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിൻ്റെ പ്രചരണം. ഇസ്ലാം പ്രചരിച്ചത് വാളിലൂടെയാണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ ആക്രമണത്തിൻ്റെതാണ്, അക്രമത്തിൻ്റെതാണ്. അതായിരുന്നു മറ്റൊരു മിത്ത്. അതായത് മറ്റൊന്ന് ടെമ്പിൾ ഡിമോളിഷൻ, ക്ഷേത്രധ്വംസനം. ക്ഷേത്രത്തെ നശിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കപ്പെട്ടത്. മറ്റൊന്നായിരുന്നു ഫനാറ്റിസിസം അല്ലെങ്കിൽ ബിഗട്രി, മതഭ്രാന്ത്. ഈ രീതിയിലുള്ള പല മിത്തുകളോ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പുകളെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന വാർപ്പ് മാതൃകകളാണ് ബ്രിട്ടീഷുകാർ അവരുടെ രചനകളിലൂടെ അവതരിപ്പിച്ചത്. അത് വ്യാപകമായ തോതിൽ ഇന്ത്യയുടെ പൊതുബോധത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത്? പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും അതുപോലെ പത്രങ്ങളിലൂടെയും അതുപോലെ സിനിമകളിലൂടെ പോലും ഇത്തരത്തിലുള്ള വാർപ്പ് മാതൃകകളോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി തെറ്റായിട്ടുള്ള മിത്തുകളെ ചരിത്രമാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. അതിലൂടെ അത് ഏറ്റവും വലിയ അപകടം ചെയ്തത് അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ചെടുത്തതിൽ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച വിഭാഗമായിരുന്നു ദേശീയവാദികൾ. അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കൊളോണിയലിസ്റ്റുകൾ അവതരിപ്പിച്ച ഇത്തരത്തിലുള്ള വാർപ്പ് മാതൃകകളെ ചോദ്യം ചെയ്യാതെ അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് ഇവിടുത്തെ ദേശീയവാദികളായ ചരിത്രകാരന്മാരോ ദേശീയ നേതാക്കളോ ചെയ്തിട്ടുള്ളത്. അതായിരുന്നു കൊളോണിയലിസ്റ്റുകളെക്കാൾ ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് അപകടകരമായി മാറിയിട്ടുള്ളൊരു വസ്തുത അത്തരത്തിലുള്ള ദേശീയവാദികളുടെ ഇടപെടലായിരുന്നു. ഉദാഹരണമായിട്ട് ഈ ജദുനാഥ് സർക്കാർ, ഔറംഗസീബിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചരിത്രം എഴുതിയിട്ടുള്ള ദേശീയവാദ ചരിത്രകാരനാണ് ജദുനാഥ് സർക്കാർ. മറ്റൊന്നാണ് ഈശ്വരി പ്രസാദ്. അതുപോലെ എന്തിനേറെ പറയുന്നു, നമ്മുടെ നെഹ്റു പോലും ഏറ്റവും വലിയ യുക്തിവാദി എന്നോ റേഷണലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ദേശീയവാദി എന്നോ കറകളഞ്ഞ സെക്യുലറിസ്റ്റ് എന്നോ ഒക്കെ പറയുന്ന നെഹ്റുവിന് പോലും ഈ മധ്യകാലഘട്ടത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മുഗൾ കാലഘട്ടത്തിലെ അവസാനത്തെ ശക്തനായ രാജാവിൻ്റെ കാലം, ഔറംഗസീബിൻ്റെ 6ാമത്തെ രാജാവിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അവിടെ വഴുതി വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെഹ്റുവിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിങ്ങിൽ അതിൽ പറയുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഡെസ്പോട്ടിക് ആയിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ചരിത്രമെന്ന ക്ലോക്കിനെ അതിനെ പിന്നോട്ട് തിരിച്ചു വെച്ച ആളായിരുന്നു ഔറംഗസീബ് എന്നാണ് ജവഹർലാൽ നെഹ്റു പോലും രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ അത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ ചരിത്ര വിജ്ഞാനീയത്തെ അതേപടി കോപ്പി ചെയ്ത്, എന്നാൽ നമുക്കറിയാം ദേശീയവാദ ചരിത്രരചനയുടെ വരവ് തന്നെ കൊളോണിയൽ ചരിത്രത്തെ ചോദ്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് വരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അത് നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന ആൾ എന്നും അന്നത്തെ പോലെ ഇന്നും എല്ലാം തന്നെ വലിയ ഒരു ഭീകരവാദിയായിട്ട് മാറുന്നു, മതഭ്രാന്തനായിട്ട് മാറുന്നു, ക്ഷേത്രധ്വംസകരായി മാറുന്നു, ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയ ആളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും പിറകിലേക്ക് കൊണ്ടുപോയ ഒരു ഭീകരവാദിയായിട്ട് മാറപ്പെടുന്നു. 2015 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഔറംഗസീബിൻ്റെ കാലം വളരെ മോശമായിരുന്നു എന്ന് ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഓഡ്രി ട്രഷ്കെ പറയുന്നുണ്ട്. ഓഡ്രി ട്രഷ്കയുടെ പുസ്തകമാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഔറംഗസീബിനെ സമീപിച്ചിട്ടുള്ളത്. അവരൊരു ഫ്രഞ്ച് ചരിത്രകാരിയാണ്. അവർ പറയുന്നുണ്ട് 2015 ആ ഒരു കഥ, അതായത് പാർലമെൻറ്റിൽ ഒരു ചർച്ച തന്നെ വരുന്നുണ്ട്. ഔറംഗസീബ് റോഡ്, ഡൽഹിയിലെ ഔറംഗസീബ് റോഡ് മാറ്റണം, അതിൻ്റെ പേര് മാറ്റണം. കാരണം ഔറംഗസീബ് ഇന്ത്യയെ പിന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. അദ്ദേഹം ഒരു ആക്രമണകാരിയാണ്, അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്നുള്ള രീതിയിൽ ആദ്യം ഒരു സിഖ് സംഘടന ഒരു കാര്യം ഉന്നയിക്കുന്നു. അത് പിന്നീട് BJP MP ഏറ്റെടുത്ത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു കാര്യത്തിനും ഇല്ലാത്ത വേഗതയിൽ തന്നെ ആ റോഡ്, ഔറംഗസീബിൻ്റെ പേരുള്ള റോഡ് പെട്ടെന്ന് പേര് മാറ്റി APJ അബ്ദുൽ കലാം റോഡായിട്ട് മാറുന്ന ഒരു ചരിത്ര അല്ലെങ്കിൽ ഒരു കണ്ടംപററി സമകാലീന ചരിത്രത്തിൻ്റെ ഒരു പാഠം അവർ അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇത്രയും
വേഗം എങ്ങനെയാണ് ഇത്ര വേഗം ഈ കാര്യങ്ങളിൽ മത കേന്ദ്രിതമാവുന്നത്, വർഗീയ കേന്ദ്രമാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയത്തിനിടക്ക് ഔറംഗസീബിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. എങ്കിൽ കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാൻ സമയം കിട്ടുമ്പം അത് പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഔറംഗസീബിനെ നമ്മൾ എങ്ങനെ സമീപിക്കും? നേരത്തെ സാറ് പറഞ്ഞ പോലെ ഫ്രെഡറിക് ജെയിംസൺ പറഞ്ഞ ആ ഒരു വാക്യം തന്നെയാണ് നമുക്ക് അടിവരയിട്ട് പറയാനുള്ളത്. എന്താണ്? ഹിസ്റ്റോറിസൈസ്. ഏത് വിഷയത്തെയും കുറിച്ച് അത് വളരെ പ്രബലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഹിസ്റ്റോറിസൈസ്, 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 ഹിസ്റ്റോറിസൈസ് എവറിതിങ് എന്നുള്ളതാണ് അത് അവിടെ അടിവരയിട്ട് പറയാനുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ടിപ്പു സുൽത്താനെ ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ ഔറംഗസീബിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മധ്യകാല ഇന്ത്യ ചരിത്രത്തെ തന്നെ വീണ്ടും വീണ്ടും ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടം വന്നത് ഒരു പക്ഷേ ചരിത്രം കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ അത് മനനം ചെയ്യാനും വിശകലനം ചെയ്യാനും ഒരു പുതിയ അവസരം ഇന്ത്യയിൽ തുറന്നു കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ഈ ഭരണകൂടം എത്രത്തോളം അത് അപകടകരമാണെങ്കിൽ കൂടി ഇന്ത്യയുടെ ചരിത്രം ഒരുപക്ഷെ നമ്മളെല്ലാവരും വായിക്കാനും പഠിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ തെരുവിൽ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ഒരു പക്ഷേ ഇതിനോട് നമ്മൾ നന്ദി പറയേണ്ടതും ഉണ്ട്. ഓക്കെ, നമ്മൾ ഔറംഗസീബിൻ്റെ 6ാമത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു, ഷാജഹാൻ്റെ മകനായിരുന്നു. അദ്ദേഹം വളരെ കരുത്തനായിരുന്നു, വളരെ തൻ്റെ സഹോദരങ്ങളോട് പോലും കർക്കശ സ്വഭാവക്കാരനായിരുന്നു. ദാരാ ഷുക്കൂനെ പോലുള്ള ഒരു പണ്ഡിതൻ ആയിരുന്നു തൻ്റെ മൂത്ത സഹോദരൻ. ഇദ്ദേഹം വധിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ഒരു സഹോദരനെ വധിക്കുന്നുണ്ട്, മറ്റുള്ളവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിതാവിനെ ഒരേ സമയത്ത് തടവുകാരനാക്കി അദ്ദേഹത്തിനെ ഫോർട്ടിൽ താമസിപ്പിച്ച് അതിനുശേഷം അദ്ദേഹം ഭരണം കീഴ്പ്പെടുത്തിയ ഒരാളാണ്. അപ്പോൾ നമ്മളുടെ ഒരു മൊത്തത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വില്ലനായിട്ടുള്ള ആളെക്കുറിച്ച് മാത്രമേ നമ്മൾ സാധാരണ പരിശോധിക്കാറുള്ളൂ. അപ്പം നമ്മളെ കമ്പാരിസണിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിനോട് പെരുമാറിയെന്ന് നമ്മൾ പരിശോധിക്കാറില്ല. അത് ട്രെഷ്കെ ചെയ്യുന്നുണ്ട്. ട്രെഷ്കെ പറയുന്നത് ദാരാ ഷുക്കോയാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സഹോദരങ്ങളാണെങ്കിലും ഔറംഗസീബിനേക്കാൾ കർക്കശനായിരുന്നു എന്നാണ് പറയുന്നത്. അതിനൊരു രംഗം പറയുന്നത് ദാരായെ പിടിച്ചു കെട്ടി തോൽപ്പിച്ച് അങ്ങനെ അതിനുശേഷം ദാരായോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് ഭടന്മാർ. അപ്പോൾ ദാര പറയുന്ന മറുപടി ഭയങ്കര രസകരമാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടാൽ, എന്നെ രക്ഷിച്ചാൽ ഞാൻ ഔറംഗസീബിനെ പിടികൂടുകയും അദ്ദേഹത്തെ കൊല ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശരീരം 4ആയി മുറിച്ച് 4 കോട്ടയുടെയും, അതായത് ഈ എംപയറിൻ്റെ ഈ സാമ്രാജ്യത്വത്തിൻ്റെ 4 കോട്ടകളിലും ഞാൻ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും തന്നെ ഈ ഒരു ധാർഷ്ട്യവും അതുപോലെ തന്നെ പരസ്പരത്തിലുള്ള വീര്യവും ഒക്കെ പുലർത്തിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മനുഷ്യരെയും കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചവരോ ആ കാലത്ത് ജീവിച്ചവരോ എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതിന് ശേഷമേ നമുക്ക് ഒരു നിലപാടിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇനി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നമ്മൾ ഇദ്ദേഹത്തെ പരിശോധിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണം ആദ്യഘട്ടത്തിൽ ഒരിക്കലും മക്കയിലെ ഷെയ്ഖ് അംഗീകരിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം പിതാവിനെ തടവിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണം മക്കയുടെ ഒരു അംഗീകാരം കിട്ടിയിരുന്നില്ല. അത് അദ്ദേഹം ഒട്ട് മൈൻഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു വലിയ സംഭവമായിട്ട് പരിഗണിച്ചിട്ടിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറയാം. അതായത് ഒന്ന്, ഒരു ജസ്റ്റിസിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൺസേൺ. ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു നീതിമാനായ രാജാവ് ആവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ചെയ്തത്. അതിന് നിങ്ങൾക്കറിയാം, ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ട്രാവലറായിരുന്ന നിക്കോളോ മനൂച്ചി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ, മുഗൾ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹം പറയുന്ന ഇതാണ്, അതായത് ഔറംഗസീബ് വാസ് ഓഫ് എ മെലങ്കളി ടെമ്പറമെൻറ്റ്, ഓൾവേസ് ബിസി അറ്റ് സംതിങ് ഓർ അതർ, wishing to execute justice and arrive at appropriate decisions.
ഏറ്റവും ഇദ്ദേഹം ഒരു മെലങ്കളിയാണ്, അദ്ദേഹം ഒരു ശാന്തനാണ്, അദ്ദേഹം ഒരു ആളുകളോട് എനിക്ക് തോന്നുന്ന ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു ഔറംഗസീബ്. പക്ഷേ എപ്പോഴും ആക്റ്റീവായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കർക്കശമായി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് തൻ്റെ പ്രജകൾക്ക്, തൻ്റെ നാട്ടിലെ ജനങ്ങളോട് നീതി പുലർത്തുക എന്നുള്ളതായിരുന്നു. ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇത് ചിലർ ശരിവെക്കുന്നുണ്ട്. ഒരു ഹിന്ദു റൈറ്ററായിരുന്ന, ഒരു അസ്ട്രോളജറായിരുന്ന, ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഈശ്വരദാസ, അദ്ദേഹം ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ്. 1663 വിളിക്കുന്നത്, ഔറംഗസീബിനെ വിളിക്കുന്നത് ധർമ്മിയ എന്നാണ്. ധർമ്മിയ എന്ന് പറഞ്ഞാൽ റൈറ്റിയസ് എന്ന് പറഞ്ഞാൽ ശരിയുള്ള ആൾ, ശരി മാത്രം ചെയ്യുന്ന ആൾ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നിയമത്തെ, റവന്യൂയെ കുറിച്ച് പറയുന്നത്, നികുതി പിരിവിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് വാസ് വിധിവത് എന്നാണ്. വിധിവത് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വിധിവത്തിൻ്റെ അർത്ഥം ലോഫുൾ, നിയമപരമായിരുന്നു എന്നാണ്. നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണ് എന്ന് ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഹിന്ദുക്കളുടെ സംസ്കാരവുമായി എത്രത്തോളം, നമ്മൾ പൊതുവിൽ പറയുന്നത് ഔറംഗസീബും തുടർന്നുള്ള അക്ബറും മറ്റുള്ള ചില രാജാക്കന്മാരുമായിരുന്നു ഇന്ത്യയിലെ ഒരു കോമ്പോസിറ്റ് കൾച്ചറിനെ പിന്താങ്ങിയവർ എന്നാണ് നമ്മൾ പൊതുവിൽ കേൾക്കുന്നത്. പക്ഷേ ഔറംഗസീബിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ചില ആചാരങ്ങൾ ഫോളോ ചെയ്തായിട്ട് കാണാൻ പറ്റും. മുഗൾ ട്രഡീഷൻ ആയിരുന്നു അത്, അദ്ദേഹത്തിൻ്റെ മാത്രം ട്രഡീഷൻ ആയിരുന്നില്ല. അതിലൊന്നാണ് ഈ ജരോക്കാർ ദർശൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ മനുഷ്യന്മാർ, പ്രജകൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടി മട്ടുപ്പാവിൽ കയറി നിന്ന് ഈ മുഗൾ രാജാവ് ദർശിക്കുന്ന ഒരു ദർശനം കൊടുക്കുന്ന ഒരു പതിവാണ്. അത് മുഗൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു. അത് അദ്ദേഹം തുടരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഇതായിരുന്നു തുലാഭാരം നടത്തുക എന്നുള്ളത്. തുലാദാൻ എന്നൊക്കെ പറയുന്ന തുലാഭാരം നടത്തുക. എന്താണ് തുലാഭാരത്തിൻ്റെ ഉദ്ദേശം? തൻ്റെ ബർത്ത്ഡേക്ക് 2 രീതിയിലുള്ള കലണ്ടറിൽ, ലൂനാർ കലണ്ടർ ഉണ്ട്, അതുപോലെ തന്നെ സോളാർ കലണ്ടർ ഉണ്ട്. ഈ 2 കാലത്തെ ഈ ബർത്ത്ഡേക്കും അദ്ദേഹത്തിൻ്റെ തൂക്കം നടത്തി സ്വർണത്തിനോ വെള്ളിക്കോ പകരം തൻ്റെ ശരീരം തൂക്കിയിട്ട് ആ സ്വർണം ആർക്ക് വിതരണം ചെയ്യുന്നു? പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് മുഗൾ ഭരണാധികാരികൾ എല്ലാവരും പിന്തുടർന്ന രീതിയാണ് ഈ തുലാദാൻ അല്ലെങ്കിൽ തുലാഭാരം. അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം കുറച്ചു കാലം അത് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ മ്യൂസിക് എന്നാണ് പൊതുവിൽ ചരിത്രകാരന്മാർ പറയുന്നത്. മ്യൂസിക് എല്ലാ കലകളുടെയും ധ്വംസകനായിരുന്നു, അല്ലെങ്കിൽ എതിർപ്പുള്ളവനായിരുന്നു, അവരെ എല്ലാവരെയും ആട്ടിയോടിച്ചവനായിരുന്നു എന്നൊക്കെയാണ് ഞാനൊക്കെ ഡിഗ്രിക്കും PGക്കും ഒക്കെ ഈ ഹിസ്റ്ററിക്ക് പഠിച്ചിട്ടുള്ളത്. ചരിത്ര പാഠപുസ്തകങ്ങൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഫ്രഞ്ച് ചരിത്രകാരന്മാരും അതുപോലെ തന്നെ പൊതുവിലുള്ള മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പഠിച്ചവരും പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലുള്ള അറിവ് അപാരമായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടുള്ള ഫക്കീറുല്ല എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള രാഗ് ദർപ്പൺ 1666 ആ രാഗ് ദർപ്പൺ എന്ന് പറയുന്ന സംഗീതത്തെക്കുറിച്ചുള്ള കൃതി എഴുതപ്പെട്ടത്. അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔറംഗസീബിന് ഇഷ്ടപ്പെട്ട ഗായകർ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്, അദ്ദേഹം വീണ വായിക്കുന്ന ഒരു അപാര വിദ്വാനായിരുന്നു എന്നാണ് പറയുന്നത്. ഔറംഗസീബിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു അപാരമായ വീണ വിദ്വാനായിരുന്നു എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കൃതികളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത് കാതറിൻ ഷോഫീൽഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക്കിനെ കുറിച്ച്, ഔറംഗസീബിൻ്റെ മ്യൂസിക്കിലുള്ള പ്രാവീണ്യത്തെക്കുറിച്ചൊക്കെ എടുത്തു പറയുന്ന ഹിസ്റ്റോറിയനാണ് ഈ ഷോഫീൽഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഷോഫീൽഡ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ 500 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ, അതായത് ഈ പറയുന്ന ഔറംഗസീബിൻ്റെ കാലം മുതൽ പിന്നോട്ടെടുക്കുകയാണെങ്കിൽ 500 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ മ്യൂസിക്കിനെ കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ തന്നെ കൃതികളും ഒക്കെ രചിക്കപ്പെടുന്നത് ഈ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലും നമ്മൾ ജഹാംഗീറിനെ കുറിച്ചാണ്, ഈ മുഗൾ പെയിൻറ്റിങ്ങിലെ ഏറ്റവും നല്ല കാലഘട്ടം നമ്മൾ പറയുന്നത് ജഹാംഗീറിനെ കുറിച്ചാണ്. പക്ഷേ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഈ രീതിയിലുള്ള ഈ ഒരു പരാമർശം ഞാൻ പറഞ്ഞ ഷോഫീൽഡ് എന്ന് പറയുന്ന ചരിത്രകാരൻ നടത്തുന്നുണ്ട്. അതുപോലെ ഈ പേർഷ്യൻ പോയട്രിയുടെ ഒരു വളരെ നല്ല കാലഘട്ടമായിട്ടാണ് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ സെബുനിസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകള് തന്നെ ഏറ്റവും നല്ലൊരു പോയറ്റായിരുന്നു. അവർ ഒരു പെന്നെയുമൊക്കെ സ്വീകരിച്ചിട്ട് മക്ഫി എന്നായിരുന്നു മകളുടെ പെന്നെയും, അവരുടെ എന്താ മലയാളത്തിൽ പറയാ, തൂലികാനാമം. അങ്ങനെ തൂലികാനാമം പോലും സ്വീകരിച്ച് ഒളിഞ്ഞിരിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തൂലികാനാമം പോലും സ്വീകരിക്കാൻ മാത്രം പ്രശസ്തയായിരുന്ന ഒരു കവയിത്രിയായിരുന്നു തൻ്റെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ 10 ലക്ഷം രൂപ തൻ്റെ ലൈബ്രറിയിലെ മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്ത് പ്രതികൾ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി
സംഭാവന കൊടുത്തിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രഷറിയിൽ നിന്ന് എല്ലാ വർഷവും 10 ലക്ഷം രൂപ തൻ്റെ പിതാമഹന്മാരുടെയോ പൂർവ്വ കാലഘട്ടത്തെയോ ഒക്കെയുള്ള മാനുസ്ക്രിപ്റ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അത് മാത്രമല്ല, ഔറംഗസീബ് ഹിന്ദു ഐഡിയാസ് കൾച്ചർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ പൊതുവിൽ പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ രാമായണം മഹാഭാരതവും അക്ബറാണ് പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള മുൻകൈ എടുക്കുന്നത് നിങ്ങൾക്കറിയാം. ആ ഒരു ട്രഡീഷൻ പിന്തുടർന്ന മറ്റൊരാളായിരുന്നു ദാരാഷുക്കോ. നിർത്താനായോ? ഓക്കെ, ഞാൻ എൻ്റെ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹിന്ദുസ്ഥാനിലെ രാജാവ് എന്നുള്ള രീതിയിൽ നമ്മൾ പൊതുവിൽ പറയുന്നത് ഹിന്ദുക്കളോട് ശത്രുത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഔറംഗസീബ് എന്നാണ്. എന്നാൽ അത് നമ്മൾ കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ അക്ബറിൻ്റെയും അതുപോലെ തന്നെ ഔറംഗസീബിൻ്റെയും കാലഘട്ടത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. അക്ബറിൻ്റെ കാലഘട്ടത്തേക്കാൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദു പ്രഭുക്കന്മാരെ തൻ്റെ കൊട്ടാരത്തിൽ വാഴിച്ചിരുന്ന ആളാണ് ഔറംഗസീബ് എന്നതാണ്. അത് ട്രഷ്കയുടെ കണക്ക് പ്രകാരം ഈ അക്ബറിൻ്റെ കാലത്ത് ഹിന്ദുക്കൾ 22.5% തൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്. 22.5%. എന്നാൽ ഔറംഗസീബിൻ്റെ ആദ്യത്തെ 21 വർഷം എടുക്കുകയാണെങ്കിൽ അത് 21.6%. കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ പിന്നീട് 1679 മുതൽ 1707 വരെയുള്ള കാലം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഔറംഗസീബിൻ്റെ കാലത്തെ ഹിന്ദു പ്രഭുക്കരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 50% കാണുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ ചരിത്ര രചന പദ്ധതികളിൽ ഇടം കാണില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ക്ഷേത്രധ്വംസനം, അതുപോലെ ഹിന്ദുക്കളെ കൊല ചെയ്തത്, ജൈന ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ നശിപ്പിച്ചത്, അവരോടുള്ള അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മതസ്ഥരോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇടപെടൽ എന്നുള്ള കാര്യങ്ങളിലൊക്കെ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഞാനത് വ്യക്തമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ഇത്രയും സദസ്സിലുള്ള ആളുകളെ അഭിമുഖീകരിക്കാനും ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ പങ്കെടുക്കാനും അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഒരുപാട് മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ ഔറംഗസീബ് പോലെയുള്ള 1-2 ആളുകളുടെ മേൽ ഹിന്ദുത്വ സർക്കാർ കുതിര കയറാൻ ശ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മമ്പുറം തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട ആളാണ്. പക്ഷേ മമ്പുറം തങ്ങൾക്ക് ലഭിച്ച ഒരു സാമൂഹിക പ്രസക്തി, ഒരു സാമൂഹിക പിന്തുണ ഉണ്ട്. അതുപോലെ രാജാക്കന്മാരായാൽ എന്തായാലും അത്രത്തോളം പിന്തുണ ലഭിക്കാറില്ല എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. എങ്കിൽ പോലും മുഗൾ സാമ്രാജ്യം, ഡൽഹി സൽത്തനറ്റ്, അതുപോലെ തുഗ്ലക്ക് രാജവംശം, ഇതിലൊക്കെയുള്ള ഒരുപാട് രാജാക്കന്മാരുണ്ട്. അവർക്കെതിരെ ഇത്രത്തോളം ഈ വംശീയ വിദ്വേഷമൊന്നും ഇത്തരക്കാർ പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? ഇവർ 2 പേരിലെ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം എന്നാണ് ചോദ്യം. ഇത് ഒരു ഒറ്റയടിക്ക് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമല്ല, വളരെ വിശാലമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ PG ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് 1-2 ആഴ്ചയെങ്കിലും ചർച്ച ചെയ്തിട്ടാണ്. അവർ ടിപ്പു സുൽത്താനെ കുറിച്ചാണെങ്കിലും ഔറംഗസീബിനെ കുറിച്ചാണെങ്കിലും ഈ പറയുന്ന മധ്യകാലഘട്ടത്തിലെ സുൽത്താനറ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോളം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുപോലെ മുഗൾ കാലഘട്ടവും നമ്മുടെ സിലബസിൽ അങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നുള്ളതിൽ കുറുക്കി പറയുകയാണെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ ഒരു പെശകുണ്ട്. കാരണം ഔറംഗസീബിനെയും ടിപ്പു സുൽത്താനെയും മാത്രമല്ല ഈ പറയുന്ന ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഉത്തരേന്ത്യയിലെ പല നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റികളിലൊന്നും തന്നെ മധ്യകാലഘട്ടം പഠിപ്പിക്കുന്നതല്ല. പിന്നെ ബാക്കി പറയേണ്ടിയില്ലല്ലോ. മധ്യകാലഘട്ടം പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഒഴിവാക്കുന്നത്, ആരെയാണ് ഏറ്റെടുക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പം പല യൂണിവേഴ്സിറ്റികളിലും, ഉത്തരേന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ബ്ലാങ്കാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 10-25 വർഷം 20 വർഷമെങ്കിലും ആയിട്ട് അത് ബ്ലാങ്കായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പം അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1-2 ആളുകളെ വേറെ മാറ്റി നിർത്തുന്നു. അതാണ് സൗകര്യം. ഒരുപക്ഷെ എല്ലാവരെയും കൂടി കുറിച്ച് പറയുമ്പം പെട്ടെന്ന് പ്രശ്നങ്ങൾ വരും. അതിനിടക്ക് ചിലപ്പം താജ്മഹലിനെ കുറിച്ച് പറയും. താജ്മഹലിനെ കുറിച്ച് പറഞ്ഞാൽ
അത് കുഴപ്പമില്ല, അത് ഏറ്റെടുക്കാൻ ആളിവിടെ ഉണ്ട്, അത്തരത്തിൽ ഇതൊരു തേജോമഹാലയമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്വീകരിക്കപ്പെടുന്നു അല്ലേ? അപ്പോൾ ആ രീതിയിൽ വളരെ ടാക്ട്ഫുള്ളായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒറ്റയടിക്ക് ചിലപ്പം മധ്യകാലഘട്ടത്തിലെ എല്ലാ രാജാക്കന്മാരെയും കുറിച്ച് പറയുമ്പം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേസമയത്ത് നിങ്ങൾ കണ്ടല്ലോ സിനിമ, അലാവുദ്ദീൻ ഖൽജിയെ കുറിച്ചുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ പേര് മറ്റേ സൂഫി, 2-3 കൊല്ലം മുമ്പ് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. വളരെ ഹിറ്റായൊരു സിനിമ. അത് പിന്നെ അതിലെങ്ങനെയാണ് ഈ രാജാവിനെ ചിത്രീകരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയും അപരിഷ്കൃതനായിട്ടുള്ള യുദ്ധക്കൊതിയനായിട്ടുള്ള ആളുകളൊക്കെ അരിഞ്ഞു വീഴ്ത്തുന്ന, ഹിന്ദുക്കളെ പ്രത്യേകിച്ച് അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കാണും. നിങ്ങൾക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് എന്താണ് പൊതുവിലുള്ള ധാരണ, ഇന്ത്യയിലുള്ള ധാരണ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം ഒരു ബുദ്ധിമാനായ വിഡ്ഢി എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മനസ്സിലായില്ലേ? ഇതാണ് ആധുനിക ഇന്ത്യയിലെ, അല്ലെങ്കിൽ ആധുനികതയുടെ ഒരു പ്രശ്നമാണിത്. ആധുനികത നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ ഇതൊക്കെ കാണിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ റിപ്പബ്ലിക് ടി വിയിലെ അതിൻ്റെ അവതാരകൻ പറയും പോലെയാണ്, നിങ്ങൾ ദേശീയവാദിയാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുവാണോ മിത്രമാണോ എന്നാണ് ചോദ്യം. അതിന് യെസ് ഓർ നോ എന്നുള്ള ഉത്തരമേ ഉള്ളൂ. ആ രീതിയിലാണ് ഈ നമ്മുടെ ഈ ആധുനികത, അതുപോലെ ദേശീയത, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദേശീയതയുടെ പ്രശ്നങ്ങളാണിതെല്ലാം. ദേശീയതയാണ് ചരിത്രത്തെ ഈ മട്ടിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയതയും അതുപോലെ തന്നെ ചരിത്ര വിജ്ഞാനിയും തമ്മിൽ എത്രത്തോളം ഇഴയടുപ്പത്തിലാണ് എന്നുള്ളത് പാർത്ഥ ചാറ്റർജിയെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ തുറന്നു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദേശീയത എന്ന് പറയുന്ന ഒരു അപകടം പിടിച്ച, അല്ലെങ്കിൽ അതിനെ ഒരു ഇടങ്ങേറാണെന്നാണ് ദേശീയ കവിയായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ ഈ ദേശീയ ഗീതം അവതരിപ്പിച്ചിട്ടുള്ള ടാഗോർ തന്നെ പറയുന്നത്. ദേശീയത എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ഇടങ്ങേറായിട്ടുള്ള മറ്റൊരു സാധനമില്ല എന്നാണ് എന്ന് പറഞ്ഞ് 1914-15 കാലത്താണ് അത് പറയുന്നത്. ഇന്ത്യയിലെ ദേശീയവാദം, ഗാന്ധിജിയൊക്കെ ഇത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ, ദേശീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ അപകടങ്ങൾ ഇതിനകത്തൊക്കെ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ ഇത് എത്രത്തോളം ഭീതിതമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഹിസ്റ്ററിയിലേക്ക് നിങ്ങൾ ഇറങ്ങാത്തതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിലുള്ളൂ എന്ന് നമ്മൾക്ക് തോന്നുന്നത്. കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടം തന്നെ എത്രത്തോളം ഇരുട്ടിലാണ് കിടക്കുന്നത് എന്നുള്ളത്. ഒരു കൂട്ടിച്ചേർക്കട്ടെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറയാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള, അതായത് ഔറംഗസീബിൻ്റെ ക്ഷേത്രദംശനത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ചരിത്രകാരി ട്രഷ്കെ പറയുന്ന ഒരു കാര്യം, റിച്ചാർഡ് ഈറ്റൺ ആണ് ഇന്ത്യയിൽ ഈ അല്ലെങ്കിൽ ടെമ്പിൾ ഡിമോളിഷനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രകാരൻ. അദ്ദേഹം പറയുന്നത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 1 ഡസൻ ക്ഷേത്രങ്ങൾ മാത്രമാണ് തകർക്കപ്പെട്ടത്. 1000s ഇല്ല, 100s ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. 1 ഡസൻ, ചിലപ്പോൾ അതിൽ നിന്ന് 1-2 അധികം ഉണ്ടാവും. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ കാരണം ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന തർക്കങ്ങളായിരുന്നില്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ്. കാരണം ഇന്ത്യയിൽ ക്ഷേത്രങ്ങളായിരുന്നു സമ്പത്തിൻ്റെ കേന്ദ്രം. ആ ക്ഷേത്രങ്ങൾ തകർക്കാൻ 7-8 നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ഓരോ രാജാവിൻ്റെ മന്ത്രിസഭയിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദേവോൽപാടന നായകൻ. ദേവോൽപാടന നായകൻ എന്ന് പറയുന്ന ഒരാൾ ആ സീറ്റിലുണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി? എവിടെയൊക്കെയാണ് നല്ല ക്ഷേത്രങ്ങളിലെന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് തക്കം കിട്ടുമ്പോൾ അവിടെ പോയി ആക്രമിക്കുക. അവിടെയുള്ള സ്വത്തും രത്നങ്ങളും, സ്വർണവും രത്നങ്ങളും മറ്റൊക്കെ അടിച്ചു കൊണ്ടുവരിക. അതിലൂടെയാണ് സാമ്രാജ്യം വർദ്ധിക്കുക, സാമ്രാജ്യം വികസിക്കുക, ഇവിടുത്തെ സമ്പത്ത് വർദ്ധിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹിന്ദു രാജാക്കന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു രാജാക്കന്മാർ തന്നെ ഇതിനൊരു പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത്. ഇത് മാത്രമല്ല, സമ്പത്ത് കൊള്ളയടിക്കൽ മാത്രമല്ല, അവരെ അടിച്ചമർത്തുക, അവരെ പേടിപ്പിച്ച് നിർത്താനുള്ള ഒരു രീതി കൂടിയായിട്ടാണ്. തൻ്റെ ദേവന്മാരെ അടിച്ചമർത്തി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് പിന്നെ ആശ്രയമില്ല. അപ്പം പിന്നീട് വരുന്നത് പുതിയൊരു രാജാവാണ്. ആ രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രദംശനം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആയുധമാണ്. അത് തന്നെയാണ് പിന്നീടുള്ള ഇവിടുത്തെ സുൽത്താനത്ത് ഭരണാധികാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ മുഗൾ രാജാക്കന്മാരും സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന വേർതിരിവൊന്നില്ല. ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റാണ്.
ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു പദാവലിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഭാഷാപരമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പേർഷ്യനാണ് ഹിന്ദു എന്ന് പറയുന്നത്. അത് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്, രേഖകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. 1860കളിൽ സെൻസസ് വരുമ്പോൾ മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകുന്നത്. അതുവരെയും ഹിന്ദുക്കളില്ല. വൈഷ്ണവർ, അല്ലെങ്കിൽ ശൈവർ, അതല്ലെങ്കിൽ മറാത്തികൾ, അതല്ലെങ്കിൽ രാജ്പുട്സ് എന്ന് പറയുന്ന വിഭാഗങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഹിന്ദു എന്ന് പറയുന്ന ഒരു ഹോമോജിനസ് ആയ ഒരു കാറ്റഗറിയെ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ പോലും നിങ്ങൾ ഞായറാഴ്ചത്തെ പത്രങ്ങളിലെ വിവാഹ പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഹിന്ദു നായർ അല്ലെങ്കിൽ ഈഴവ എന്നേ പറയുള്ളൂ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ മതത്തിൻ്റെതായ രീതിയിലുള്ള ശത്രുത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാറ്റഗറീസ് നിലനിന്നിരുന്നില്ല. മറിച്ച് ഈ പറയുന്ന പ്രാദേശികം മറാത്തികൾ എന്നുള്ള രീതിയിലോ രാജ്പുട്സ് എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ സിസോഡിയ എന്ന് പറയുന്ന രീതിയിലോ ഒക്കെയുള്ള ജനവിഭാഗങ്ങളാണ്. അവരെ ആക്രമിച്ചതിന് രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു പ്രധാനം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ബനാറസിലുള്ള ക്ഷേത്രം ആക്രമിക്കാനുണ്ടായിരുന്ന കാരണം അവിടുത്തെ ജയ്സിംഗ് എന്ന് പറയുന്ന ഒരു നോബിൾ, അന്നത്തെ ഈ ഒരു രാജ്പുട്ട്, അദ്ദേഹത്തിൻ്റെ പിതാമഹനായിട്ടുള്ള രാജാ മാൻസിംഗ് ആണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയത്. അത് അക്ബർ ഉണ്ടാക്കിച്ചു കൊടുത്താണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ശിവജിയെ പിടിച്ചുകൊണ്ട് വന്ന ശിവജിയെ പുറത്തേക്ക് പോകാൻ സഹായിച്ചത് ഈ പറയുന്ന ജയ്സിംഗ് ആണ് എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ബനാറസിലെ ക്ഷേത്രം ഔറംഗസീബ് ആക്രമിക്കുന്നത്. ആ രീതിയിലാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ. അത് പൊളിറ്റിക്കലായിരുന്നു, ഒരിക്കലും അത് മതപരമായിരുന്നില്ല എന്നുള്ളതാണ് ഹിസ്റ്റോറിയൻസ് എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ചരിത്രകാരന്മാരെല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള ഒരു വായനയിലേക്കാണ് പോകേണ്ടത്. മതപരമായ വായനയെ മാറ്റിവെച്ച് മതേതരമായിട്ടുള്ള ചരിത്ര വായനയിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ ചിത്രവും മനസ്സിലാവുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ ഒരു കാര്യത്തിലൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അദ്ദേഹം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ ചില ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2014 ശേഷം 3 തവണയായിട്ടാണ് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ സിലബസ് പരിഷ്കരണങ്ങൾ നടന്നത്. അത് 3-നകത്ത് നമ്മൾ കാണുന്നൊരു കാര്യം, പ്രാചീന ചരിത്രം എന്ന് പറയുന്ന ആൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന പേരിലൊരു ഒരു ഭാഗമാണ് അതിവിപുലമായി പഠിപ്പിക്കുന്നത്. അതായത് ഡിഗ്രി 3 വർഷം, ഇപ്പോൾ 4 വർഷമാണ് മിക്കവാറും ക്യാമ്പസുകളിൽ. പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷനും ആയിട്ട് കുട്ടികൾ പഠിക്കേണ്ട മൊത്തം സിലബസിൻ്റെ 72% ഇപ്പോഴത്തെ കണക്ക് ആൻഷ്യൻ്റ് ഹിസ്റ്ററി മാത്രമാണ് പഠിക്കുന്നത്. പ്രാചീന ചരിത്രം എന്നുള്ള പേരാണ്. പ്രാചീന ചരിത്രത്തിന് അവർ വെച്ചിരിക്കുന്ന മിക്കവാറും റെഫറൻസ് പേപ്പറുകൾ, അതോടൊപ്പം തന്നെ ഒപ്പമുള്ള നമ്മൾ പറയുന്ന സഹായക ഗ്രന്ഥങ്ങളായിട്ട് വെക്കുന്ന ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും എല്ലാം സംസ്കൃത ഗ്രന്ഥങ്ങളാണ്. പുരാണങ്ങൾ, ഉപനിഷത്തുകളൊക്കെ വെച്ചുകൊണ്ടാണ് ബനാറസ് യൂണിവേഴ്സിറ്റിയൊക്കെ ചരിത്രം പഠിപ്പിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഈ 72% പ്രാചീന ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മോഡേൺ ചരിത്രം, അതായത് ബ്രിട്ടീഷുകാരും വന്നതിന് ശേഷം അത് ബ്രിട്ടീഷ് സമരവും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. ബ്രിട്ടീഷുകാർക്കെതിരായ സമരം പറയുമ്പോഴും പല പ്രശ്നങ്ങളുണ്ട് ഈ ചരിത്രം പഠിപ്പിക്കുന്നവർക്ക്. അതുകൊണ്ട് അത് ഒഴിവാക്കി പിന്നെ ഇങ്ങോട്ടുള്ള ചരിത്രം മാത്രം പറയാനേ പിന്നെ സമയമുള്ളൂ. ഇപ്പോൾ പഠനഭാരം ചുരുക്കണം എന്നൊക്കെയാണ് ഇതിന് പറയുന്ന കുറേ ന്യായങ്ങൾ. അത് വളരെ വിചിത്രമായ ന്യായങ്ങളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മധ്യകാല ചരിത്രമേ ഇല്ല. ഇപ്പോൾ സാറ് പറഞ്ഞത് സത്യമാണ്. 1% പോലും മധ്യകാല ചരിത്രം പഠിപ്പിക്കാത്ത യൂണിവേഴ്സിറ്റികൾ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിറച്ചുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന 1-2 ആളുകളൊന്നുമല്ല, അത് നമുക്ക് ഇവിടുന്ന് തോന്നുക. 1-2 ആളുകളൊന്നുമല്ല, മധ്യകാല ചരിത്രം തൊടണ്ട എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് സാറ് പറഞ്ഞൊരു പോയിന്റോട് ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ള ഇതാണ്. അതായത് ഈ നാഷണലിസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യവഹാരങ്ങളും അതിൻ്റെ ഒരു ടോട്ടൽ ഫ്രെയിംവർക്കിനകത്ത്, അതിൻ്റെ ഒരു പാരഡൈമിനകത്താണ് ഈ ചർച്ചകളല്ല. അതിപ്പോൾ ടിപ്പു സുൽത്താൻ ആയിക്കോട്ടെ, ഔറംഗസേബ് ആയിക്കോട്ടെ, താജ്മഹൽ ആയിക്കോട്ടെ, ഇത്തരം ചർച്ചകളെല്ലാം തന്നെ അതിനകത്താണ് ചരിത്രത്തിൻ്റെ അക്കാദമിക് വ്യവഹാരത്തിനകത്ത് വരുന്നത്. അപ്പം നാഷണലിസത്തെക്കുറിച്ച് നമ്മൾ പൊതുസമൂഹത്തിനിടയ്ക്ക് ഈ പോപ്പുലർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു റോ ഉണ്ട്. അത് നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചരിത്രത്തിൽ അത്ര പ്രാധാന്യത്തോടെ കാണുന്നൊരു സ്ട്രീമല്ല. അപ്പോൾ ഈ പോപ്പുലർ ഹിസ്റ്ററിക്കാർ പലപ്പോഴും വളരെ ലീനിയറായ ചില കാര്യങ്ങളാണ് നാഷണലിസത്തെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുക. ഇപ്പം നാഷണലിസം ഒരു ആൻറ്റി കൊളോണിയൽ ആയിട്ടുള്ളൊരു പദ്ധതി മാത്രമാണ്. അതിൽ ശരിയുണ്ട്, ചരിത്രകാരന്മാർ നോക്കുമ്പോൾ അതിലും ശരിയുണ്ട്. പക്ഷെ അതിലും കുറച്ച് തെറ്റുമുണ്ട്. അത് മാത്രമായിരുന്നു നാഷണലിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ നാഷണലിസത്തെക്കുറിച്ചുള്ള പഠിക്കുന്നവർ അംഗീകരിക്കില്ല. അപ്പം നാഷണലിസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കകത്ത്
ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത് ഒരുപാട് ധാരകളുടെ ഒരു സംയോജനമാണ്. ഇപ്പോൾ യൂറോപ്യൻ നാഷണലിസത്തെ കുറിച്ച് എറിക് ഓബ്സ്വാമിനെ പോലെ അല്ലെങ്കിൽ ബെനഡിക്റ്റ് ആൻഡേഴ്സനെ പോലുള്ളവരുടെ ചില പഠനങ്ങളൊക്കെ മുൻനിർത്തിയാണ് സാധാരണ പഠിക്കുക. വളരെ വിശദമാണ്, അപ്പോൾ അതിനൊന്നും നമുക്ക് സമയമില്ല. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്, ഇൻവെൻറ്റഡ് ട്രഡീഷൻസ് എന്നൊക്കെ പറയുന്ന ഐഡിയകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ മൂന്നാം ലോക രാജ്യങ്ങളത്തെ നാഷണലിസത്തെ പറ്റി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ചരിത്രത്തെ പറ്റി പഠിക്കുമ്പോൾ, അതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉണ്ടായതിനെ കുറിച്ചുള്ള ചരിത്ര പാഠങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. നമ്മൾ കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ്, കേംബ്രിഡ്ജ് റീഡിംഗ് ഓഫ് നാഷണലിസം എന്ന് പറയും. അതിനകത്ത് തന്നെ വേറൊരു സ്ട്രീം നമ്മൾ നിയോ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് നാഷണലിസം എന്ന് പറയും. മാക്സ് മുള്ളറെ പോലുള്ളവർ മുന്നോട്ട് വെച്ചൊരു ഐഡിയ. മറ്റൊന്ന് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നാഷണലിസം എന്ന് പലപ്പോഴും നമ്മൾ വ്യവഹരിക്കുന്ന, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് ഒരു സ്കൂൾ മുതൽ PG വരെ പഠിച്ചു പോരുന്ന ഒരു നാഷണലിസത്തെ പറ്റിയിട്ടുള്ളൊരു പാഠമുണ്ട്. സ്വാതന്ത്ര്യ സമരമൊക്കെ ചേർന്ന് അങ്ങനെ ഗാന്ധി, നെഹ്റു എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ത്യ ഉണ്ടാക്കി എന്ന് പറയുന്നൊരു പാഠമുണ്ട്. അത് ഒട്ടും പൂർണ്ണമായിട്ടും തെറ്റാണെന്നല്ലോ ഞാൻ പറയുന്നത്. അത് ബിപിൻ ചന്ദ്രയൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു മെയിൻ സ്ട്രീം നാഷണലിസത്തെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അതല്ലാതെയും ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് അനേകം പാഠങ്ങൾ ഇന്ന് ചർച്ചയിലുണ്ട്. അതാണ് കാണേണ്ടത്. ഇപ്പൊ ദളിത് ബഹുജൻ റീഡിംഗ് ഓഫ് നാഷണലിസം, അല്ലെങ്കിൽ സബാൾട്ടേൺ, കീഴാളം, സബാൾട്ടേൺ എന്നതിൻ്റെ കൃത്യം പരിഭാഷയാണോ കീഴാളം എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. എനിവേ, സബാൾട്ടേൺ റീഡിംഗ് ഓഫ് നാഷണലിസം, മാർക്സിസ്റ്റ് റീഡിംഗ് ഓഫ് നാഷണലിസം, അത് മുൻപ് തന്നെ ഉണ്ട്. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പറയുന്ന ദേശീയതാ പാഠങ്ങളൊക്കെ പരസ്പരം പല വിയോജിപ്പുണ്ടെങ്കിൽ അതൊക്കെ ചില ചരിത്രപരമായ വസ്തുതകളുടെയും ഉപാദാനങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ടാണ് വികസിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ വെക്കുന്ന ഈ ചരിത്രപാഠമല്ലോ, സാംസ്കാരിക ദേശീയത, അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ഒരു പാരഡൈമിൽ നിന്നുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ക്ഷേത്രധ്വംസകരും മതതീവ്രവാദിയും മറ്റേ ഇങ്ങനെ അവർ സ്ഥിരം വെക്കുന്ന ഈ നരേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഔറംഗസേബ് ഇങ്ങനെയും ഒക്കെ വെക്കുന്നത്. ഔറംഗസേബ് 50 വർഷത്തിന് മുകളിൽ അല്ലേ സാർ ഏറ്റവും ചുരുങ്ങിയത് ഭരിച്ചിട്ടുണ്ടാവും. 49 വർഷം, ഓൾമോസ്റ്റ് 50 years, 49 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ജനങ്ങൾക്കിടയ്ക്കൊന്നും മോശമായ റിപ്പോർട്ടുകളില്ല. എന്നിട്ടാണ് ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഔറംഗസേബ് 17 വർഷത്തിൽ താഴെയാണ് ആകെ ഒരു സമാധാനപരം എന്ന് അപ്പോഴും പറഞ്ഞുകൂടാ, പൂർണ്ണ ഭരണം കിട്ടിയൊരു സമയം 17 വർഷത്തിൽ താഴെയാണ് ടിപ്പുവിന്. അതിൽ തന്നെ ശ്രീരംഗപട്ടണം സന്ധി കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയൊരു സമയമാണ് രാജ്യത്തിനകത്തെ പ്രവർത്തനങ്ങൾ ടിപ്പുവിന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ടിപ്പുവിൻ്റെ ഭൂനയങ്ങളുടെ പരിഷ്കരണം വളരെ വ്യത്യസ്തമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ജന്മായത്ത അവകാശങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട് കർഷകർക്ക് വലിയ തോതിൽ ടിപ്പു നടത്തിയ മാറ്റങ്ങൾ പഠിക്കപ്പെടേണ്ടതാണ്. ഫാക്ടറികളുടെ നിർമ്മാണം, യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം, റോക്കറ്റിൻ്റെ നിർമ്മാണം, അത് ഈ അബ്ദുൽ കലാം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും എഴുതുന്നുണ്ട്. ആദ്യമായി റോക്കറ്റുകളെ പറ്റി അദ്ദേഹം പഠിക്കുന്ന, റോക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ പോലും റോക്കറ്റുകൾ ഫ്രഞ്ചുകാർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മികച്ച എഞ്ചിനീയർ കൂടിയായിരുന്നു ടിപ്പു എന്ന് പറയുന്നത്. ടിപ്പു ആ തരത്തിൽ നടത്തിയ ഒരുപാട് മാറ്റങ്ങളുടെ, നാണയ വ്യവസ്ഥയിൽ നടത്തിയ മാറ്റങ്ങൾ, കാർഷിക രംഗത്ത് നടത്തിയ മാറ്റങ്ങൾ, കൃഷി എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ആധുനികവൽക്കരണത്തിൽ നടത്തിയ മാറ്റങ്ങൾ, അണക്കെട്ടുകളുടെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ഒരു പീരീഡിൽ. ഇത് നമ്മൾ പഠിക്കുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, നാഷണലിസത്തെക്കുറിച്ചുള്ള ഈ പാരഡൈമിലെ മുൻപുള്ള അക്കാഡമിക് ചർച്ചകളെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് സാംസ്കാരിക ദേശീയത എന്ന ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ് എന്ന് പറയും. അതൊരു ഫീലിംഗ് മാത്രമാണ്. അതൊരിക്കലും ഒരു അക്കാഡമിക് ചരിത്രരചനയിൽ ഒരു തരത്തിലും ഐഡൻറ്റിറ്റി ഇല്ലാത്ത, വസ്തുതകളെ മുൻനിർത്താത്ത ഒരു സ്വയം തോന്നുന്ന ഒരു ഫീലിംഗാണ്. എനിക്കൊരു സംസ്കാരമുണ്ട്, അതൊക്കെ വെറുതെ ഇരുന്ന് പറയാമല്ലോ. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് പറയാം, എൻ്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു പറച്ചിൽ മാത്രമായിട്ടുള്ളൊരു വ്യവഹാരത്തെ മുഖ്യധാരാ ചരിത്ര പഠനത്തിൻ്റെയും ചരിത്രത്തിൻ്റെ അക്കാഡമിക് സ്ട്രക്ചറിനകത്തേക്കും പഠനത്തിനകത്തേക്കും ഗവേഷണത്തിനകത്തേക്കും കുത്തിച്ചെലുത്തപ്പെടുക എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു അന്തരീക്ഷമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതാണ് സത്യത്തിൽ നമ്മളിനി വളരെ ഗൗരവത്തോടെ കാണേണ്ടതും ചരിത്രരംഗത്ത് ഗൗരവമായി പ്രവർത്തിക്കുന്നവരും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവരും വളരെ ശക്തമായ പ്രതിവായനകളിലൂടെ, കൃത്യമായ തെളിവുകളെ മുൻനിർത്തിയുള്ള പഠനങ്ങളിലൂടെ തിരുത്തേണ്ടതുമായൊരു കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്.